എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരവും ആരോഗ്യകരവുമായ ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. ബോക് ചോയി ആൻഡ് സോസേജ് സ്റ്റിർ ഫ്രൈ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിന് പേരിടാം. ബോക് ചോയി എന്നാണ് ഈ കാണുന്ന ചെടിയുടെ പേര്. ഇതൊരു ലീഫി വെജിറ്റബിളാണ്. ചൈനീസ് കടകളിൽ നമുക്ക് കൂടുതലും കാണപ്പെടുന്ന ഒരു ചീരയുടെ മറ്റൊരു വകഭേദമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബോക് ചോയിയെ കാണാം. നല്ലൊരു ന്യൂട്രിയൻ്റാണ് കേട്ടോ ബോക് ചോയി. അപ്പം അത് സോസേജിൻ്റെ കൂടെ എങ്ങനെ ഒരു ചെറിയ കറി വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. തിരക്കുള്ള ദിവസങ്ങളിൽ ലഞ്ചിനോ ഡിന്നറിനോ തയ്യാറാക്കാൻ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ കടകളിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കുമ്പോൾ ബോക് ചോയി എന്ന് പറഞ്ഞാൽ അവരത് എടുത്തു തരും. ആദ്യം നമുക്ക് ആവശ്യമായ ചേരുവകൾ നോക്കാം. ഇതിനായിട്ട് ഫ്രഷായ ബോക് ചോയി എടുക്കാം. നല്ല ഫ്രഷ് തന്നെ എടുക്കണം. അതിനൊപ്പം സോസേജ്, ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് കുക്കിംഗ് ഓയിൽ, സോയാ സോസ്, ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, പിന്നെ ഞാൻ കുറച്ച് ഗാർലിക് പൗഡറാണ് ഇടുന്നത്. അതും ഉപയോഗിച്ച് ആണ് നമ്മൾ ഇതിനകത്ത് മെയിൻലി ഇത് കുക്ക് ചെയ്യുന്നത്. ആദ്യം ബോക് ചോയി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇലകളുടെ ഇടയിൽ അത് നന്നായിട്ട് വൃത്തിയാക്കണം. കാരണം ഇലകളുടെ ഇടയിൽ ചിലപ്പം മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൽ നന്നായി കഴുകുന്നത് നന്നായിരിക്കും. അതിനുശേഷം ബോക് ചോയി ചെറിയ കഷ്ണങ്ങളായി അരിയാം. സ്റ്റെം ഭാഗവും ഇലകളും ഒരുപോലെ ഉപയോഗിക്കാം. സ്റ്റെം കുറച്ച് ക്രഞ്ചി ആയിരിക്കും, അതുകൊണ്ട് ആദ്യം അത് പാനിൽ ഇടുന്നതാണ് നല്ലത്. പിന്നെ സോസേജ് കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോൾ ആദ്യം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു വലിയ പാൻ അല്ലെങ്കിൽ വോക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ബട്ടറും ഓയിലും ഒഴിക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഗാർലിക്കാണ് ഇടേണ്ടത്. ഗാർലിക്ക് ആണ് മെയിൻലി നമ്മളിതിനകത്ത് ജിഞ്ചർ യൂസ് ചെയ്യാറില്ല. ഒരു ചൈനീസ് റെസിപ്പി ആയതുകൊണ്ട് ഗാർലിക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ടായതിന് ശേഷം സവോള ഒരെണ്ണം എടുത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് നമുക്ക് ചേർക്കാം. ചേർന്നതിന് ശേഷം സോസേജ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിനകത്തൊന്നിട്ട് സോട്ട് ചെയ്ത് മാറ്റി വെക്കാം. അല്ല എങ്കിൽ നമുക്കതിന് ശേഷം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് തീ മീഡിയമായിട്ട് വെക്കുന്നതാണ് നല്ലത്. ഉള്ളി ചേർത്ത് കഴിഞ്ഞ് ഉള്ളി അല്പം സോഫ്റ്റായി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പറയുന്ന ബോക് ചോയിയുടെ സ്റ്റെംസാണിത്. തണ്ട് ആദ്യം ഇടണം, കാരണം അതാണ് കൂടുതൽ ക്രഞ്ചി. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും വേവാൻ. ഇലകൾ പിന്നീട് ഇട്ടാൽ മതി, കാരണം ഇല പെട്ടെന്ന് വേകുന്ന സാധനമാണ്. അപ്പം ഭാഗങ്ങൾ പാനിലേക്ക് ചേർക്കാം. ഇവയ്ക്ക് കുക്കാകാൻ കുറച്ച് സമയം വേണ്ടി വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം ബോക് ചോയിയുടെ ഇലയും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ടോസ് ചെയ്യാം. ബോക് ചോയി കുക്കാകുമ്പോൾ അതിൻ്റെ വോളിയം കുറയും, ഇലകൾ സോഫ്റ്റ് ആവുകയും ചെയ്യും. പക്ഷേ വളരെയധികം വേവിക്കേണ്ട ഒന്നുമില്ല. ചെറിയൊരു ക്രഞ്ച് നിലനിർത്തിയാൽ ഡിഷ് കൂടുതൽ ഡെലിഷ്യസ് ആയിരിക്കും. ഇനി ഇതിനകത്തോട്ട് ഞാൻ സീസണിങ് ചേർത്തിട്ടുണ്ട്. സീസണിങ് ആയിട്ട് നമുക്ക് സോയാ സോസ് ഒഴിക്കാം. സോയാ സോസ് ഇതിന് നല്ല ഫ്ലേവർ നൽകും. ഒരു സേവറി ഫ്ലേവറാണ് നൽകുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ബ്ലാക്ക് പെപ്പറും, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വൈറ്റ് പെപ്പറാണ്. വൈറ്റ് പെപ്പറും ഒണിയൻ ഗാർലിക് പൗഡറും പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. സോയ സോസിൽ ഉപ്പുള്ളതിനാൽ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ഈ എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പാനിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുപോലെ കോട്ടാകുന്നത് വരെ കുറച്ച് സമയം സോട്ട് ചെയ്യണം കേട്ടോ. അപ്പം സോയാ സോസിൻ്റെ ഉപ്പിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ഈ സമയത്ത് സോസേജിൻ്റെ ഫ്ലേവർ ബോക് ചോയിലേക്ക് നന്നായി ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി സോസേജ് നമുക്ക് അന്നേരം തന്നെ ആഡ് ചെയ്യാം. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേരുമ്പോഴത്തേക്കിന് നല്ലൊരു അരോമ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ടാവട്ടെ. നന്നായി സോട്ടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായൊരു റെസിപ്പി ആണെങ്കിലും ഫ്ലേവർ നല്ലതാണ് കേട്ടോ.
ബോക് ചോയുടെ ഫ്രഷ് ടേസ്റ്റും സോസേജിൻ്റെ സേവറി ഫ്ലേവറും ഒരുമിച്ച് വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇപ്പം ഞാനിവിടെ സോസേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ സോസേജുകളാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരത്തെ തന്നെ ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നേരിട്ട് ഇത് ആഡ് ചെയ്ത് ഒരു 10-15 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വെറുതെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തന്നെ സ്റ്റീം റൈസിൻ്റെ കൂടെയോ ഫ്രൈഡ് റൈസോ ന്യൂഡിൽസോ എന്നിവയ്ക്കൊക്കെ നമുക്ക് സെർവ് ചെയ്യാനും വളരെ നല്ലതാണ്. ചോറിനൊപ്പം കഴിക്കുമ്പോൾ സോയ സോസിൻ്റെ ഫ്ലേവർ വളരെ നന്നായി മാച്ച് ചെയ്യും. നിങ്ങൾക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമാണെങ്കിൽ അവസാനം കുറച്ച് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഫ്രഷ് ഗ്രീൻ ചില്ലി കൂടി ചേർക്കാം. ഞാനിവിടെ കുട്ടികളുള്ളതുകൊണ്ട് കൂടുതൽ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ കൂടുതൽ വെജിറ്റബിൾസ് ചേർക്കാൻ കഴിയും. അതിന് ഓപ്ഷൻസ് ഉണ്ട്. ക്യാരറ്റ്, ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, മഷ്റൂംസ് തുടങ്ങിയ ചേർത്താൽ ഇത് കൂടുതൽ കളർഫുള്ളാകും, ന്യൂട്രീഷ്യസ് ആയിട്ട് മാറുകയും ചെയ്യും. ഏറ്റവും നല്ല കാര്യം ഈ റെസിപ്പി തയ്യാറാക്കാൻ വളരെയധികം സമയമൊന്നും വേണ്ട എന്നുള്ളതാണ്. കുറച്ച് ബേസിക് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു പാനിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു 1 പോട്ട് ഈസി ഡിന്നർ അല്ലെങ്കിൽ മീലെന്നും നമുക്ക് വേണമെങ്കിൽ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ബിസിയായ ദിവസങ്ങളിൽ പെട്ടെന്ന് എന്തെങ്കിലും ഡെലിഷ്യസ് ആയി തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡെലിഷ്യസ് ബോക് ചോയ് ആൻഡ് സോസേജ് സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ക്വിക്ക്, ടേസ്റ്റി, അതോടൊപ്പം നല്ലൊരു ഹോം മെയ്ഡ് മീലും കൂടി ആയിട്ട് ഇതിനെ പറയാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസിയായ കുക്കിംഗ് റെസിപ്പീസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഈ റെസിപ്പി ട്രൈ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തീർച്ചയായും പറയണം. വീണ്ടും മറ്റൊരു ഡെലിഷ്യസ് റെസിപ്പിയുമായി കാണാം. അണ്ടിൽ ദെൻ, ഹാപ്പി കുക്കിംഗ്.